എന്താണ് ഒരു വീഡിയോ എടുക്കാനുള്ള പാട് ഏകദേശം റെഡി ആയിട്ടില്ലേ? മതി, ഇത്രയ്ക്ക് മതി. ഒന്നും കൂടി കട്ട് ചെയ്തു അവിടെ അത് കഴിക്കണ്ട. നന്നായിട്ട് ഓവർ കുക്ക് ആയിട്ടുണ്ടല്ലോ. കറിവേപ്പിലൊക്കെ മിക്സ് ചെയ്തിട്ടേ കറിവേപ്പിലേക്ക് ഒന്ന് റോസ്റ്റ് ചെയ്യാം. കൂർക്കൽ നന്നായിട്ട് വെന്തുണ്ട് കേട്ടോ. ചൂടാണ്. സൺഡേ ആയതുകൊണ്ട് കുറച്ച് പോത്താക്കാന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നല്ല കുറച്ച് പോത്തിറച്ചി പോയി വാങ്ങി. ഇപ്പോൾ എപ്പോഴും ബീഫൊക്കെ വാങ്ങുമ്പോഴേ ഞാൻ എല്ലുള്ള പീസാണ് വാങ്ങാറുണ്ട്. അപ്പം ഇന്ന് പോത്തിറച്ചി ഇപ്പോൾ ആ എല്ലിൻ്റെ ആ സാധനമൊക്കെ കഴിഞ്ഞിരുന്നു, ഞാൻ ലേറ്റായി. അപ്പോൾ കുറച്ച് നമ്മളെ ബീഫ് മുരിൻ്റെ കുറച്ച് എല്ലും കൂടി ഇട്ടോളാൻ പറഞ്ഞ് മിക്സാക്കി എടുത്താണ്. അപ്പോൾ എന്തായാലും ഒന്ന് കഴുകി വൃത്തിയാക്കി ഒന്ന് ചെറിയ പീസൊക്കെ ആക്കാനുണ്ട്. എന്തായാലും കുറച്ച് നല്ല പീസുണ്ട്. പിന്നെ കുറച്ച് എല്ലും ഒരു എല്ല് കറി ഒക്കെ ആക്കി നമ്മൾ സെറ്റ് അടിക്കാം. അപ്പോൾ ഇതിൽ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്താ, ചെറിയുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, അങ്ങനത്തെ കുറച്ച് സാധാരണ സിമ്പിളായിട്ടുള്ളൊരു പരിപാടി. നമ്മുടെ പൊടികൾ, മുളക് പൊടിയുണ്ട്, മഞ്ഞപ്പൊടി ഉണ്ട്, പിന്നെ കുറച്ച് ഉപ്പും കുറച്ചല്ല ആവശ്യത്തിന് മല്ലിപ്പൊടി ഉണ്ട് കേട്ടോ. പിന്നെ നമ്മളെ ഹോൾ സ്പൈസസ്, അതിൽ നമ്മൾ ജീരകമുണ്ട്, പെരുംജീരകമാണ്, ചെറിയ ജീരകമുണ്ട്, പിന്നെ പട്ട, ഗ്രാമ്പ്, അങ്ങനത്തെ സാധനം ഉലുവ ഇട്ടിട്ടുണ്ട്. ഇതിലൂടെ മക്കളൊക്കെ എത്തി എന്നെ കുടിച്ചൊക്കെ പറയും. അപ്പം എന്തായാലും നന്നായി ഒന്ന് മിക്സ് ആക്കട്ടെ. ഈ ഉലുവ ശരിക്ക് ഒന്ന് കുതിർത്ത് ചേർത്താൽ നല്ലതായിരുന്നു. അപ്പം എനിക്കൊന്ന് സമയം കിട്ടിയില്ല, അതുകൊണ്ട് അങ്ങനെ തന്നെ ഇട്ടാ കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ആക്കട്ടെ. കുക്കറിൽ കൊണ്ടുപോയി വെക്കുക. അവളെ ഒരു 4 വിസിൽ ഞാൻ അടിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോഴത്തേനെ സാധനം വന്നിട്ടുണ്ട്, ഇളയ പോത്താണല്ലോ. അപ്പോൾ കുക്കറിലൊക്കെ വേവിച്ച് ഇനി നമുക്ക് ഇതിൽ കുറച്ച് പരിപാടി ഉണ്ട്. അപ്പോൾ നമ്മളെ എല്ലൊക്കെ നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഒന്ന് കുറച്ചെടുത്ത് ഇങ്ങോട്ട് റോസ്റ്റ് അടിക്കാമെന്ന് വിചാരിച്ച്. പിന്നെ നമ്മളെ എല്ലൊക്കെ കൂർക്കലൊക്കെ ഇട്ടൊരു പരിപാടി. അപ്പോൾ ഇതിലുള്ള ഇറച്ചി ഉണ്ടല്ലോ ശരിക്ക് കുറച്ചധികം വെന്ത് പോയിട്ടുണ്ട്. നമ്മളെ പഴയ ചപ്പാത്തിക്കല്ലില്ലേ, അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ എല്ലാം അതിലിട്ടൊന്ന് റോസ്റ്റ് അടിക്കാമെന്ന് വിചാരിച്ച് കുറച്ചെടുത്തിട്ട് ബാക്കി നമുക്ക് ഒരു എല്ല് കറിയും സെറ്റാക്കാം. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ബീഫൊക്കെ വാങ്ങുമ്പോൾ എപ്പോഴും കുറച്ച് എല്ല് കൂട്ടി വേണം. എല്ലിൻ്റെ മുകളിലത്തെ ഇറച്ചിക്ക് നമ്മൾ എല്ല് തന്നെ നമ്മളെ എന്താ പേര് എനിക്ക് ഓർമ്മയില്ല, നമ്മൾ തിന്നാൻ പറ്റുന്ന ഒരു എല്ലൊക്കെ ഉണ്ടല്ലോ, ആ ഭാഗത്ത് നല്ല ടേസ്റ്റാണ്. ശരിക്കും ഈ ഇറച്ചിനെക്കാട്ടും ടേസ്റ്റ് ആ ഭാഗത്ത് ഇങ്ങനെയാണ്. അപ്പോൾ എന്തായാലും അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ബാക്കി ഇതിൽ നമുക്ക് കുറച്ച് കൂർക്കലൊക്കെ ഞാൻ നന്നാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇട്ട് ആ നെയ്യിലൊക്കെ കിടന്നിട്ട് അതിൽ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ശരിക്കും ഇത്ര വേണ്ടായിരുന്നു. 4 വിസിലടിച്ചിട്ടേ ഉള്ളൂ. 4 വിസിലടിച്ച് അത് നമുക്ക് പ്രഷർ റിലീസാകുന്ന ടൈം അവിടെ വെക്കുകയും ചെയ്യും, അത്രയേ ഉള്ളൂ. ഇതിലേക്ക് നമുക്ക് ഈ കൂർക്കൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് നല്ല ബീഫിൽ നിന്ന് വന്ന വെള്ളമാണല്ലോ, നമ്മൾ ചേർത്ത വെള്ളമല്ലായിരുന്നു. കുറച്ച് തേങ്ങാക്കൊത്തെല്ലാം അത് ആ ബീഫിൻ്റെ ആ ഒരു നെയ്യും ആ എല്ലെന്നൊക്കെ വന്ന മറ്റേ അതിൽ കിടന്നിട്ട് അത് വേവട്ടെ. അപ്പോഴാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ ഇല്ലേ. അപ്പോൾ കൂർക്കലൊന്ന് വെന്താൽ നമുക്ക് മെല്ലെ കഴിക്കാനുള്ള പണി നോക്കാം. ഇതവിടെ കിടന്ന് അങ്ങനെ കുറച്ച് പൊടികളോട് ഞാൻ ചേർക്കും കേട്ടോ. നമുക്ക് കുറച്ച് എന്താ മല്ലിപ്പൊടി, അങ്ങനത്തെ കുറച്ച് പൊടി, ഗരം മസാല തീരെ ചേർക്കുന്നില്ല. കുറച്ച് മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് പേരിന് കുറച്ച് മുളക് പൊടി, ഒന്ന് കളറാകാൻ വേണ്ടി കുറച്ച് മുളക്. പക്ഷേ മെയിനായിട്ട് കുരുമുളകിൻ്റെ ഒരു മതി എനിക്ക്. അപ്പോൾ എന്തായാലും കുരുമുളക് ഞാൻ കുറച്ച് നന്നായിട്ട് തന്നെ ചേർക്കുന്നുണ്ട്. ഇനി ഒന്ന് അങ്ങോട്ട് തട്ടിട്ട് റോസ്റ്റ് ചെയ്തെടുത്താൽ പണി കഴിഞ്ഞാൽ കുറച്ച് കുരുമുളക്, മുളക് പൊടിയൊക്കെ ഇതിൽ നമ്മൾ കൂർക്കലൊക്കെ ഇപ്പം ചേർത്താലേ, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് അതിൽ അത് ചേർത്ത് കൊടുക്കാം. മുളക് പൊടി അങ്ങനത്തെ സാധനങ്ങളൊക്കെ. ഉപ്പ് വേണം നോക്കിയിട്ട് നമുക്ക് ഉപ്പും ചേർക്കാം. പിന്നെ കുറച്ച് തേങ്ങാക്കൊത്ത് അവിടെ ബാക്കിയുണ്ടായിരുന്നു, അത് കുറച്ച് ഇതിൻ്റെ മുകളിലേക്ക് എടുത്തിട്ട് ഒന്ന് സെറ്റായി വരും. ചെറിയ തീയിൽ കുറച്ച് മഞ്ഞപ്പൊടി ഇടും അല്ലേ, കൂർക്കലൊന്ന് വെളുത്തെടുക്കാൻ. പിന്നെ കുറച്ച് ഉപ്പ് വേണ്ടിയിരുന്നു, അതും. അപ്പോൾ എന്തായാലും ബാക്കി അവിടെ കിടന്ന് വേണം. ഇപ്പോൾ നമ്മൾ ചെറിയ തീയിൽ അങ്ങനെ അത് സെറ്റായി. ഇതൊന്ന് മറിച്ചിട്ട് ഇതൊന്ന് റോസ്റ്റ് അടിച്ചാൽ മതി. വേറെ ഒന്നും നമ്മൾ ഉള്ളി ഒന്നും ചേർക്കുന്നത്. ഇതിങ്ങനെ ഡ്രൈ ആക്കി നമ്മൾ ചില ഹോട്ടലൊക്കെ കിട്ടും, നല്ല ഡ്രൈ ആയി. പക്ഷേ നമ്മൾ ഇത്ര വേവണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഒടിഞ്ഞു പോകുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ കറിവേപ്പില, മല്ലിയില അങ്ങനത്തെ സാധനങ്ങളൊക്കെ ചേർക്കുക, ചാറിനൊരു ടേസ്റ്റ് വരും. മറ്റേതിൽ മല്ലിയില വേണ്ട, കറിവേപ്പില മതി. കുറച്ച് തോനെ കറിവേപ്പില, അത് നല്ല ടേസ്റ്റ്. കറിവേപ്പില റോസ്റ്റ് അടിച്ച് വന്നാൽ നല്ല ഡ്രൈ ആയി വന്നിട്ട് ഞാൻ ഓവർ അങ്ങോട്ട് കറുപ്പാക്കുന്നില്ല. അങ്ങനെയാണ് ഫുള്ള് പൊടിഞ്ഞു പോകുക. കാരണം നന്നായിട്ട് വെന്തതായിരുന്നു ഓൾറെഡി. അപ്പോൾ
പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ലെവലിൽ മതി. അങ്ങനെ കുറച്ച് കറിവേപ്പിലൊക്കെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതൊന്ന് ആ ഗ്രേവിയിൽ കുറുകി ഒന്ന് സെറ്റായി വരുന്നുണ്ട്. കൂർക്കലൊന്ന് നന്നായിട്ട് ചേർക്കണം. കൂർക്കലിന് നമുക്ക് വാഴക്കൊക്കെ ചേർക്കട്ടോ. ഇപ്പോൾ സാധാരണ നമ്മൾ ചിക്കൻ കറി ഉരുളക്കിഴങ്ങ് ഇടലേ, അതിന് പകരം വാഴക്ക ഇത് കൂർക്കൽ ചേർത്തതേ ഉള്ളൂ. നല്ല ചോറുണ്ട് കേട്ടോ, ഒന്ന് ചോറ് കൂട്ടി കഴിക്കണം. കുരുമുളക് തന്നെ മുകളിൽ ഇടക്കടി ഇങ്ങനെ ഇട്ടിട്ട് നല്ല നാടൻ കുരുമുളക് ഇട്ട് പൊടിച്ച് ചോറെടുത്ത് കഴിക്കാൻ എന്തായാലും പുറത്തേക്ക് ഇവിടെ ലേശം വെളിച്ച കുറവുണ്ട്. കൂർക്കൽ നന്നായിട്ട് വെന്തുണ്ട് കേട്ടോ. ചൂടാണ്. നല്ല ചൂടാട്ടോ. തേങ്ങക്കൊത്ത് അത് കൂട്ടി പിടിച്ച് നോക്കാം. ചേർക്കാം. അങ്ങനെയുണ്ട്. ക്യാമറ നോക്കി പറഞ്ഞ അടിപൊളിയാണോ? സൂപ്പർ സൂപ്പർ. ഞാൻ അവിടെ പോയിക്കാം. നല്ല ചൂടാട്ടോ. നെല്ലുള്ള പീസാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. അപ്പോൾ ശരി, എന്നാൽ അടുത്ത വീഡിയോ കാണാം. എല്ലാവരും ചാനലൊക്കെ സബ്സ്ക്രൈബ് വെച്ചോളൂ. സൂപ്പർ. എന്താണ് ഒരു വീഡിയോ എടുക്കാനുള്ള പാട് പറയുന്നത്. ആ ശരി.